അടിയനെ ഓർക്കുവാൻ അടിയനെ അറിയുന്നുവല്ലോ എന്ന്. അപ്പോൾ കർത്താവ് നമ്മെ അറിയുന്ന ഒരു ദൈവമാണ്. നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ എല്ലാം അറിയുന്ന ഒരു കർത്താവ് നമ്മുണ്ട്. അത് ദൈവനാമത്തിനും ദൈവ കാര്യങ്ങൾക്കുമായി ഇരിക്കുമ്പോൾ കർത്താവ് നമ്മെ ഒരുപാട് അനുഗ്രഹിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ നിരൂപണങ്ങളും നമ്മുടെ കാര്യങ്ങളും ദൈവരാജ്യ കെട്ടുമ പണിക്ക് ഒരു കല്ലെടുത്ത് ഒരു കെട്ടിടം പണിയുന്നവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഓരോ കല്ല് വയ്ക്കുന്നത് പോലെ ഓരോ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ഓരോന്നും ചെയ്യുവാൻ നാം പുറപ്പെടുമ്പോൾ നമ്മെ മാത്രമല്ല നമ്മുടെ തലമുറകളെയും കർത്താവ് അറിയുന്നു. വായിച്ചു കേട്ട ആ ഒരു 14-ാമത്തെ വാക്യത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ കർത്താവ് പറഞ്ഞ ഒരു വാക്ക് തത്വമാണ്, തൻ്റെ തലമുറയെ ഒരിക്കലും കർത്താവ് കൈവിടുകയില്ല.